കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. മെയിൻ ആയിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മൈൻഡിനെ കുറിച്ചും മെന്റൽ പ്രോസസ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. മൈൻഡ്, മെന്റൽ പ്രോസസ്. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ വിശദമായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. മെന്റൽ പ്രോസസ്സ് എന്താന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. മെന്റൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെയാ വരിക? അറ്റൻഷൻ, പിന്നെ മെമ്മറി, പിന്നെ വരിക ലാംഗ്വേജ്, ലേണിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ വരുന്നത് മെന്റൽ പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻ നമ്മളിലേക്ക് എടുക്കുന്നത്? അതെങ്ങനെ? ഈ നമ്മള് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് ഇൻഫോർമേഷൻ നമ്മൾ എങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത്, അത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മളെ തിങ്കിങ്, ഫീലിങ്, അതുപോലെ ഇമോഷൻസ്, ബിഹേവിയർ, ഇതൊക്കെ കൂടിയതാണെന്ത് കോഗ്നിറ്റീവ് സൈക്കോളജി പഠന വിധേയമാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കിയിലേക്ക് പോവാണ്. ഡെഫിനിഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പിന്നെ എക്സാമ്പിൾസ് പറഞ്ഞു, പിന്നെ റിസർച്ച് മെത്തേഡുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇത് ഡൊമൈൻസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. അതിൽ ഫസ്റ്റ് നമുക്ക് തുടക്ക കാലത്തേക്ക് പോവാം. മനുഷ്യന് ഉണ്ടായത് മുതലേ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നുണ്ട്. ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ മനസ്സുണ്ടായത്, ഇൻഫോർമേഷൻ എവിടുന്ന് വന്നു, ആളുകൾക്ക് നോളജ്, ഇൻഫോർമേഷൻ എവിടുന്ന് വന്നു, വേർ നോളജ് കം ഫ്രം. ഇതായിരുന്നു വളരെ പ്രാചീന കാലം മുതൽ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് തുടക്കകാലം മുതലേ ആളുകൾക്ക് ഉണ്ടായിരുന്ന ഒരു അസംഷനാണ്, ആളുകൾ വിചാരിച്ചിരുന്നത് ഇൻഫോർമേഷൻ കം ഫ്രം മൈൻഡ്. മനസ്സാണ് ഇൻഫോർമേഷന്റെ കേന്ദ്രം, നോളജിന്റെ കേന്ദ്രം മൈൻഡ് ആണെന്നാണ് തുടക്കകാലം മുതലേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിരുന്നത്. ഈ കാലയളവിൽ തുടക്കത്തില് ആൻഷ്യൻ ചിന്തകന്മാരിൽ പ്രധാനമായും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഒന്നാണ് എംപിരിസിസ്റ്റ്, നാറ്റീവിസ്റ്റ്. ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകൾ തുടക്കത്തിലുണ്ടായിരുന്നു. അതില് എംപിരിസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ആള് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്ത ആള് വരുന്നത് ജെയിംസ് മില്ല്. ജെയിംസ് മില്ല്, അതുപോലെ തന്നെ വേറെയും ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എംപിരിസിസ്റ്റ് ആശയങ്ങളുടെ ഉപജ്ഞാതാക്കളാണ്. മറ്റൊന്നാണ് നാറ്റീവിസ്റ്റ്. സ്ലൈഡ് മാറുന്നില്ലല്ലോ. മാറുന്നില്ല? ഒരു മിനിറ്റ്, നിങ്ങൾക്ക് സ്ക്രീനിൽ സ്ലൈഡ് കാണാൻ കഴിയുന്നില്ല? വെൽക്കം സ്ലൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, മാറിയില്ല. ഇപ്പൊ ഓക്കെ ആണോ? ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി കാണുന്നുണ്ടോ? റെഡി അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ, സുദീഖ് സാർ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇത് മാറണില്ലെങ്കിൽ ഒന്ന് പറയണം. നമ്മൾ തുടക്കത്തിൽ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതില് തുടക്കകാലം മുതൽ നമ്മൾ പറഞ്ഞു മനുഷ്യൻ നോളജ്, ഇൻഫോർമേഷൻ എവിടുന്ന് വന്നു, ഇതിനെ കുറിച്ചുള്ള പഠനം
വളരെ പ്രാചീന കാലം മുതലേ ഉണ്ട്. അതില് തുടക്കം മുതൽ ആളുകൾ പറയുന്നതാണ് മൈൻഡാണ് ഇൻഫോർമേഷന്റെ കേന്ദ്രം എന്ന് പറയുന്നുണ്ട്. ഈ കാലയളവിൽ പ്രധാനമായും 2 പേഴ്സ്പെക്റ്റീവ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. മൊത്തം ചിന്തകന്മാരെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഏർലി തോട്ട്സിൽ. ഒന്ന് എംപിരിസിസ്റ്റ്, രണ്ടാമത്താണ് നാറ്റീവിസ്റ്റ്. അങ്ങനെ 2 വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ എംപിരിസിസ്റ്റിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? അരിസ്റ്റോട്ടിൽ. ഇതിൽ വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും ആദ്യകാലങ്ങളിൽ ഈ ആശയം മുന്നോട്ട് വെച്ച ആളാണ് അരിസ്റ്റോട്ടിൽ. അതിനുശേഷം പിന്നെ ജെയിംസ് മില്ല് അങ്ങനെ പോലെ ഒരുപാട് ആൾക്കാർ ഈ ആശയത്തെ മുന്നോട്ട്, വേറെ കുറെ ആൾക്കാരുണ്ട്, അതിന്റെ പേര് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. രണ്ടാമതാണ് നാറ്റീവിസ്റ്റിൽ പ്രധാനപ്പെട്ട ആളാണ്, ഏറ്റവും ആദ്യ കാലത്തിന്റെ ആളാണ് പ്ലേറ്റോ. ഓക്കെ, ഇതില് നമുക്ക് എംപിരിസിസം നോക്കാം. എംപിരിസിസം പറയുന്നത് എന്താന്ന് വെച്ചാൽ നോളജ് കം ഫ്രം എക്സ്പീരിയൻസ്. നമ്മളെ എക്സ്പീരിയൻസിലൂടെ, എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നോളജ് വരുന്നത്. അനുഭവങ്ങൾ സെൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഉണ്ടല്ലോ. ഓക്കെ, 5 സെൻസസ്. സെൻസസ് 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ടച്ച്, അതുപോലെ പിന്നീട് സ്ലൈഡ് മാറിയിട്ടില്ല. മാറിയില്ല. ഇല്ല, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് കഴിഞ്ഞിട്ട് പിന്നെ മാറിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ റെഡിയായോ? ഇപ്പൊ മാറി. ഓക്കെ, ഓരോ സ്ലൈഡ് വരുമ്പോഴും പ്രശ്നം വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ പറയണത്, ഇപ്പൊ നമ്മള് എംപിരിസിസത്തെ കുറിച്ചാണ് പറയണത്. അതില് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമ്മളെ നോളജ് വരുന്നതാണ്. എക്സ്പീരിയൻസ് വരുന്നത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, സൈറ്റ്, ടേസ്റ്റ്, ടച്ച്, സ്മെല്ല്. സൗണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. സൈറ്റ്, ടേസ്റ്റ്, ടച്ച്, സ്മെല്ല് എല്ലാം എന്തിൽ വരുന്നതാണ്? സെൻസസിൽ വരുന്നതാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. ഇതിലൂടെയുള്ള ഈ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ഈ എംപിരിസിസ്റ്റ് ആയ ആൾക്കാർ പറയുന്നത്, എസ്പെഷ്യലി അരിസ്റ്റോട്ടിൽ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പുറത്തുനിന്ന് ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് എന്നാണ് എന്ത് ചെയ്യുന്നത്. സൗണ്ട് ഓഫ് ചെയ്യാം കേട്ടോ. പുറത്തുനിന്ന് ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരിക എന്നാണ് ഇവർ പറയുന്നത്. ഈ നേറ്റീവിസ്റ്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, നേറ്റീവിസ്റ്റ് പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ്. സ്ക്രീൻ സൗണ്ട് ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. സൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടാവും അല്ലെ? നാറ്റീവിസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, ബ്രെയിൻ ആണ് ഇൻഫോർമേഷന്റെ കേന്ദ്രം. ബ്രെയിൻ നമ്മളെ ഉള്ളില് ഇൻഫോർമേഷൻ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇൻഫോർമേഷന്റെ പുറത്തേക്കുള്ള വ്യാപനത്തെ കുറിച്ചാണ് രണ്ടാമത്തെ വിഭാഗം പറയുന്നത്, അതായത് നാറ്റീവിസ്റ്റ് പറയുന്നത്. ഇവര് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി എന്തുണ്ട്? ബ്രെയിനിൽ ഓൾറെഡി ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് പ്രസന്റ് നിലവിലുണ്ട്. ഇതാണ് നമ്മളെ നോളജിന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ മൈൻഡ് മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മൊഡ്യൂൾസിൽ ഓരോ ഭാഗങ്ങളും ഓരോ പർപ്പസ് ആണ് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ ഫേഷ്യൽ റെക്കഗ്നിഷന് വേണ്ടിയിട്ട് ഉള്ള ഭാഗങ്ങളുണ്ട്, ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അങ്ങനെ
നമ്മളെ ബ്രെയിനിൽ ഓരോ മൊഡ്യൂളുകളായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ ഭാഗങ്ങൾക്കും ഓരോ ഫങ്ഷൻസ് ഓൾറെഡി ഉണ്ട്. ഈ ഫങ്ഷൻസിന്റെ ബേസിലാണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് എന്നതാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത് പറയുന്നത് ഇത് ഈ തിയറിയിൽ ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് അല്ല, നോട്ട് എ ബ്ലാങ്ക് സ്ലേറ്റ്. സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഇതൊരു സ്ലേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ഒരു ബ്ലാങ്ക് പേപ്പർ അല്ല ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. ബ്രെയിനിൽ ഒരുപാട് ഇൻഫോർമേഷൻ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഇന്നേറ്റ് നോളജുകൾ ഉണ്ട്. ഇതെങ്ങനെ വരുന്നതാണ്? നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന കഴിവുകളായിരിക്കാം, നമ്മൾ ജനറ്റിക്കലായിട്ട് കൈമാറ്റം ചെയ്ത കഴിവുകളായിരിക്കാം. ഇങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഓൾറെഡി നമ്മളെ ഉള്ളിലുണ്ട്. ഇതിന്റെ ബേസിലാണ് നമ്മൾ നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ തിരിച്ചറിയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രെയിൻ ഈസ് നോട്ട് എ ബ്ലാങ്ക് സ്ലേറ്റ്. പിന്നെ പറയുന്നത് ഒരു ഇന്നേറ്റ് ലാംഗ്വേജ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് മെക്കാനിസം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ലാംഗ്വേജ് മെക്കാനിസം, അതിനൊരു ടേം പറയുന്നുണ്ട്, LAD. നോം ചോംസ്കി എന്ന് പറഞ്ഞ ഫിലോസഫറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ തിയറിയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീട് പറയാം. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ നമ്മളെ ബ്രെയിന് ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. പേരെന്ന് പറയൂ. എന്താ ആളെ പേര്? നോം, ഞാൻ ഇവിടെ എഴുതാം. LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇത് കൊണ്ടുവന്ന ആളാണ് ആര്? നോം ചോംസ്കി. ഇദ്ദേഹമാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇത് പറഞ്ഞത് എന്താണ്? ലാംഗ്വേജ്. അത് കാണുന്നില്ലല്ലോ, സ്ക്രീനിൽ കാണുന്നില്ല. സ്ക്രീനിൽ കാണില്ല? ഇത് ഇല്ല, സ്ക്രീൻ വന്നില്ല, ബ്ലാങ്ക് സ്ക്രീനാണ് കാണുന്നത്. ഓ, ഒരു മിനിറ്റ്, സ്ക്രീനിലെന്തോ ഇപ്പൊ വരുന്നു. ഒരു മിനിറ്റ്, ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഇനി എഴുതുന്നത് കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് പറയണം കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പൊ കാണാം. ഇപ്പൊ മാറുന്നൊക്കെ കാണുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ എഴുതിയ സ്ക്രീനാണ് കാണുന്നത്, ബ്രെയിനെ ഡിവൈഡ് ചെയ്തിട്ട്. ഇപ്പോഴും മാറുന്നില്ല, സ്ക്രീൻ മാറിയിട്ടില്ല, നോ ചേഞ്ച്. എഴുതിയത് കാണുന്നുണ്ട്, ഓൾറെഡി എഴുതിയത് കാണുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. സ്ക്രീനിൽ ഇപ്പൊ ഒന്ന് രണ്ട് ചെറിയ മാറ്റങ്ങൾ വരുത്താണ്ട്, സെറ്റിംഗ്സിൽ എന്തൊക്കെ പ്രശ്നമാണ്. ഓക്കെ. ഓക്കെ, ലാംഗ്വേജ് അക്വിസിഷൻ മോഡൽ. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഓഫ് ആക്കി ഓൺ ആക്കിക്കോളാം. ലാംഗ്വേജ് അക്വിസിഷൻ മോഡൽ ഇപ്പൊ നമ്മളിവിടെ പറയുന്നുണ്ട്. പുതിയ ഫോട്ടോ ഉണ്ടെങ്കിൽ സ്ക്രീൻ ഒന്ന് സൗണ്ട് ഒന്ന് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇതന്നല്ലേ മുസദ്ദിഖ് കേൾക്കുന്നുണ്ടോ? സദിഖ് സാർ, ഇത് ഒന്ന് ചെക്ക്. ഇപ്പൊ സ്ക്രീന് മാറുന്നുണ്ടോ? മാറുന്നുണ്ടോ? ഇല്ല, മാറുന്നില്ലല്ലോ. പഴയ സ്ക്രീൻ ആയിട്ട് തന്നെ കാണിക്കുന്നത് അല്ലെ? സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? എഴുതുന്നു കാണുന്നുണ്ടല്ലോ അല്ലെ? ഹിസ്റ്ററി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഇപ്പോ നമ്മള് ഓക്കെ, ഇതിലിപ്പോ നമ്മള് നാറ്റീവിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ?
ആരോ ആക്ടിവിസ്റ്റ് സംസാരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് ഓഫ് ചെയ്യാം. അവിടുന്ന് ഓഫ് ചെയ്തിട്ടുണ്ടേ സാർ? മുസദ്ദിഖ് സാർ അതൊന്ന് ഓഫ് ചെയ്യൂ. ക്ലിയർ. बच्चे का नया पासवर्ड बनाएगा, एक ही तरह वाइफ का बच्चे का नया, ये बच्चे का न्यू पासवर्ड इसका भी करना है, दोनों का करना है, बेटे का बस नहीं है। മ്യൂട്ട് ചെയ്യാൻ ഇവിടെ മുസദ്ദിഖ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നാറ്റീവ്സിനെ കുറിച്ചാണോ. എംപിരിസിസ്റ്റില് നമ്മൾ എന്താ പറഞ്ഞത്, നോളജ് എക്സ്പീരിയൻസിലൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. എക്സ്പീരിയൻസ് എന്തെല്ലാം ഏതിലൂടെയെല്ലാം സെൻസ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. തോട്ട്, എന്താണ് ടേസ്റ്റ്, സൈറ്റ്, ഹിയറിങ്, സ്മെല്ല്, ടച്ച്, അതൊക്കെ അതിൽ നിന്ന് വരുന്നതാണ്. അത് അരിസ്റ്റോട്ടലിന്റെ കൺസെപ്റ്റ് ആണ്. അരിസ്റ്റോട്ടിൽ മാത്രമല്ല വേറെ കുറെ ആൾക്കാർ ഈ കൺസെപ്റ്റ് പറയുന്നവരുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള പഠനം ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അടുത്താണ് നാറ്റീവിസ്റ്റ്. നാറ്റീവിസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. അതായത് നമ്മളെ ഉള്ളിൽ തന്നെ നമ്മളെ ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മളെ ബ്രെയിൻ ആണ് അതില് ബ്രെയിൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ബ്രെയിൻ ആണ് എല്ലാത്തിനും കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത്. ഇവർ പറയുന്നത് നമ്മളെ ബ്രെയിനിനുള്ളിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളാണ് നമ്മളെ ലാംഗ്വേജ് അക്വിസിഷന് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്താണ് മൊഡ്യൂളാർ. മൈൻഡ്സിനെ പല മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മൊഡ്യൂൾസ്, അതായത് നമ്മളെ ബ്രെയിനിനെ പല കഷ്ണങ്ങളാക്കി വേർതിരിക്കുന്നുണ്ട്. ഓരോ കഷ്ണങ്ങളും ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ബ്രെയിന് പലതരത്തിലുള്ള നമുക്കറിയാം, നമ്മളെ ബ്രെയിനിനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗത്തിന് ഓരോ ഫങ്ഷൻ ഉണ്ട്. അത് വീണ്ടും സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ ഒരു ഭാഗമുണ്ട്. അതുപോലെ നമുക്ക് ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക ഭാഗമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളെ ബ്രെയിനിന് പല പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അത് മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് ഈ നാറ്റീവിസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് അല്ല. നോട്ട് എ ബ്ലാങ്ക് സ്ലേറ്റ്. നമുക്കറിയാം, നമ്മൾ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും എഴുതാത്തൊരു സാധനമായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മളെ ആ ബ്രെയിനിൽ ഒന്നും എഴുതാത്തൊരു കാലി പേപ്പർ അല്ല. പകരം മറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെ ജനറ്റിക്സ് ആയിട്ടും നമ്മളെ സൊസൈറ്റി, നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം മുതൽ ഒരു വ്യക്തിയുടെ പാരമ്പര്യം, ആ വ്യക്തിയുടെ പാരൻസ്, ആ ജനറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിയുടെ ബ്രെയിനിൽ ഓൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇത് ഇൻഫോർമേഷന്റെ ഒരു സോഴ്സ് ആണ് എന്ന് ഇവർ പറയുന്നുണ്ട്. മൂന്നാമത്തത് ഒരു ലാംഗ്വേജ് മെക്കാനിസം. ഇതെല്ലാം കൂടെ PPT ആണെങ്കിൽ കുറച്ചും കൂടെ എഴുതാനും സുഖം ഉണ്ടായിരുന്നു. ഇത് PDF ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് വരുന്നുണ്ട്. ഏതായാലും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ലാംഗ്വേജ് അക്വിസിഷൻ, ഓക്കെ, നമ്മളെ ബ്രെയിനിനുള്ളിൽ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ മെക്കാനിസം ഉണ്ട്. ഈ കൺസെപ്റ്റ് പറയുന്നത് തിങ്കറുടെ പേര് നോം ചോംസ്കി ആണ്. ഇദ്ദേഹമാണ് ഈ കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്. ഇദ്ദേഹം പറയുന്നത് ഇത് ഒരു ടേം പറയുന്നുണ്ട്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്.
LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറഞ്ഞൊരു സാധനം, ഒരു കൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിനുള്ളിലുണ്ട്. അതിലൂടെ നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ കഴിയും. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ആ തിയറിയുടെ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും പഠിക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് കൺസെപ്റ്റ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ കോർ നോളജ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളെ ചുറ്റുപാടുള്ള നമ്പേഴ്സിനെ കുറിച്ച്, ആളുകളുടെ ബിഹേവിയർ നോക്കിയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിനുള്ളിൽ ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് എന്താണ്, ബ്രെയിന് ഒരു ഇന്നേറ്റ് നോളജ് ഓൾറെഡി ഉണ്ട്. ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ബ്രെയിനിനുള്ളിലുണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനു സഹായിക്കും, നോളജ് അക്വിസിഷൻ സഹായിക്കും എന്നാണ് ഈ തിയറി പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇതിനു മുമ്പ് 19th സെഞ്ചുറി ഡെവലപ്മെന്റിന് മുമ്പ് തന്നെ റിനൈസൻസ് കാലഘട്ടം, അതായത് നമുക്കറിയാം 1800-കളില് 19ാം നൂറ്റാണ്ടില് ഒരുപാട് തിങ്കേഴ്സ് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ആര്, വില്യം വുഡ് 19ാം നൂറ്റാണ്ടാണ്. റിനൈസൻസ് വില്യം വുഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതൊന്ന് ജസ്റ്റ് നോക്കുക. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. അത് സൈക്കോളജിയുടെ ഒരു ഫാദർ ആണ്. അയാൾ ആരാണെന്നൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് അയാളെ കുറിച്ച് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാം. അതുപോലെ തന്നെ സർ ഫ്രാൻസിസ് ഗാൾട്ടൺ, ഇങ്ങനെ ഒരുപാട് രണ്ടുപേരെ നമ്മൾ പറഞ്ഞ, വില്യം വുഡ്, സർ ഫ്രാൻസിസ് ഗാൾട്ടൺ, രണ്ടുപേര് മതി. ഇതുപോലെ ഒരുപാട് സൈക്കോളജിസ്റ്റ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ സൈക്കോളജിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, സൈക്കോളജി ഇതിനു മുമ്പ് ഒരു ഫിലോസഫിയുടെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന ഒരു ഡിസിപ്ലിൻ ആയിരുന്നു. അത് ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് സൈക്കോളജി പഴയ കാലത്ത് പഠിച്ചിരുന്നത്. ഇത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു പുതിയ ഡിസിപ്ലിന് കൊണ്ടുവരാൻ ഇവർ സഹായിച്ചു. ഓക്കെ, ശാസ്ത്രീയമായ പഠന രീതികൾ ഉപയോഗിച്ചുകൊണ്ട്, സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മനസ്സിനെയും മനഃശാസ്ത്രത്തെയും പഠിക്കാമെന്ന് ഇവരെന്ത് ചെയ്തു, ഇവർ പറഞ്ഞ് മുന്നോട്ട് വെച്ചു ഈ ആശയങ്ങൾ. ഓക്കെ, ഈ കാലയളവില് പ്രധാനമായും 2 കൺസെപ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്താണ്, ബിഹേവിയറിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. രണ്ടാമത്തത് ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഇങ്ങനെ 2 കൺസെപ്റ്റുകളാണ് ഈ കാലയളവിൽ ഉണ്ടായിരുന്നത്. PDF എഴുതുന്നത് കൊണ്ട് ഇതിങ്ങനെ പൊട്ടി പോകുന്നുണ്ട്. ഇത് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാട്ടോ. അത് ഫുള്ളായിട്ട് അക്ഷരങ്ങൾ എഴുതാൻ കഴിയുന്നില്ല, ഇങ്ങനെ ചുറ്റി വരുന്ന സമയത്ത് തെറ്റിപ്പോകണം. ഓക്കെ, ബിഹേവിയറിസത്തെ കുറിച്ച് നമുക്ക് നോക്കാം. 20ാം നൂറ്റാണ്ടില് ഇനി നമ്മൾ പറയാം, ഇതുവരെ പറഞ്ഞ നമ്മൾ 19ാം നൂറ്റാണ്ടിലെ കാര്യം കേട്ടോ. ഇപ്പൊ നമ്മൾ 19ാം നൂറ്റാണ്ടിൽ എന്താ ഉണ്ടായത്, അതുവരെ ഫിലോസഫിയുടെ ഭാഗമായിരുന്ന സൈക്കോളജി ഒരു പുതിയ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ പഠന മേഖലയായിട്ട് എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അതിലൂടെ അവർ പറഞ്ഞു വെച്ചത് എന്താന്ന് വെച്ചാൽ, മറ്റ് ശാസ്ത്രങ്ങൾ പഠിക്കുന്ന പോലെ, സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ശാസ്ത്രീയമായിട്ട് എന്ത് പറ്റും, മനുഷ്യന്റെ മനസ്സിനെ പഠിക്കാം എന്ന് പറഞ്ഞു വെച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് വില്യം വുഡ്. പിന്നെ മറ്റൊരാളുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതാണ് സർ ഫ്രാൻസിസ് ഗാൾട്ടൺ. പിന്നെ 2-3 പേരുകളുണ്ട്. പേരുകൾ ഇനി നമുക്ക് ഇന്നെ പരിചയപ്പെടാം. ഒരുപാട് പേര് ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇനി നമുക്ക് 20ാം നൂറ്റാണ്ടിലേക്ക് പോവാം. 20ാം നൂറ്റാണ്ടില് 2 കൺസെപ്റ്റുകൾ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, ബിഹേവിയറിസം. അടുത്ത കൺസെപ്റ്റ് ആണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ മാത്രം നോക്കിക്കൊണ്ട് വ്യക്തിയെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും, ഹ്യൂമൻ മൈൻഡിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് എന്ത് പറയുന്നത്, ബിഹേവിയറിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയുന്നത്.
ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? BF സ്കിന്നർ. BF സ്കിന്നർ ഇവിടെ എഴുതാം കേട്ടോ. അദ്ദേഹം ബിഹേവിയറിസ്റ്റ് ആയ ഒരാളാണ്. പിന്നെ അടുത്ത ആളാണ് ആര്? JW വാട്സൺ. JW വാട്സൺ. ഇവർ രണ്ടുപേരും പ്രധാനപ്പെട്ട ബിഹേവിയറിസ്റ്റ് ആണ്. ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവര് ബിഹേവിയറിസം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം. ബിഹേവിയറിസം ഫോക്കസ് ചെയ്യുന്നത് ഒബ്സർവബിൾ ബിഹേവിയറിനെയാണ്. മനുഷ്യന്റെ മൈൻഡിനെ കുറിച്ച് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അണ്ടർലൈങ് ആണ്. നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒരാൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്, അയാളെ മൈൻഡിൽ എന്താ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ആ ദേഷ്യം ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ, ആ ബിഹേവിയർ ആയ ദേഷ്യം നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺസെപ്റ്റ് വിശദീകരിക്കാൻ പറ്റും. അതുപോലെ സങ്കടം, സന്തോഷം ഒക്കെ നമ്മൾ വിശദീകരിക്കൽ എങ്ങനെയാണ്? ബിഹേവിയറിന്റെ ബേസിലാണ്. ഇവിടെ ബിഹേവിയറിസം ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഒബ്സർവബിൾ ബിഹേവിയറിനെയാണ്. രണ്ടാമത്തത് ഇവർ പറയുന്നത് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ബോക്സ് ആണ്, ബ്ലാങ്ക് ആയ ഒരു പേപ്പറാണ്. ഇതിലൊന്നും എഴുതിയിട്ടില്ല. ഇത് എന്താണ്, എൻവയോൺമെന്റിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൈൻഡ് എന്ന പേപ്പർ ഫില്ല് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേപ്പർ അല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പ്ലേറ്റോന്റെ കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത്. ഇവിടെ അങ്ങനെയല്ല. ബിഹേവിയറിസ്റ്റ് പറയുന്നത് എൻവയോൺമെന്റിൽ നിന്നാണ് ഇൻഫോർമേഷൻസ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അക്വയർ ചെയ്യുന്നത്. എൻവയോൺമെന്റ് ആണ് എന്ത്, ബേസ്. ഓക്കെ, ഒബ്സർവബിൾ ബിഹേവിയർ ആണ്, എൻവയോൺമെന്റ് ആണ് ബേസ്. എൻവയോൺമെന്റ് ആണ് സുപ്രീം. അതായത് നമ്മൾ എൻവയോൺമെന്റ് പറയുന്നത് നമ്മളെ സൊസൈറ്റി, നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അക്വയർ ചെയ്യുന്ന ഇൻഫോർമേഷൻ ഉണ്ടല്ലോ, കാണുക, കേൾക്കുക, ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതാണ് മെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവർ പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യന്റെ പെരുമാറ്റത്തെ ശാസ്ത്രീയമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പറ്റും. എന്തിലൂടെ? ബിഹേവിയറിലൂടെ. നമുക്ക് ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അയാളുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റും എന്നാണ് ബിഹേവിയറിസം പറയുന്നത്. ഓക്കെ, ഇവരൊരു കൺസെപ്റ്റ് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറയുന്നുണ്ട്. സ്റ്റിമുലസ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എൻവയോൺമെന്റിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്, ഞാൻ എന്താണ് ഞാൻ ഹോട്ടലിൽ പോയി നല്ലൊരു ബിരിയാണി ചിത്രം കണ്ടു, അതൊരു സ്റ്റിമുലസ് ആണ് അല്ലെ. അതിനനുസരിച്ച് എന്തുണ്ടാവും, ഓ എനിക്ക് ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ബിരിയാണി വാങ്ങി കഴിക്കും, റെസ്പോൺസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ചുറ്റുപാടും കാണുന്ന ഓരോ സാധനവും നമ്മളെ ഉള്ളിലേക്ക് എന്തുണ്ടാവും, നമ്മളെ ബിഹേവിയർ ആയിട്ട് അത് നമ്മൾ സ്റ്റിമുലി ആയിട്ട് മാറുകയും അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. വിശദമായിട്ട് നമുക്ക് ഇനിയും പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് ജസ്റ്റാൾട്ട് സൈക്കോളജി. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ബ്രെയിൻ ആണ് മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രെയിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാൽ വോൾ ഈസ് മോർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അതായത് മൊത്തം ഒരു സാധനത്തെ മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗങ്ങൾ കൂട്ടി വെച്ചതല്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മളെ ഫേസ് എടുക്കാം. നമ്മളെ ഫേസിൽ കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. എന്നാൽ കണ്ണും മൂക്കും ചെവിയും മാത്രമാണോ നമ്മളെ ഫേസ് എന്ന് പറയുന്നത്? അല്ല, വേറെ ഒരുപാട് ഘടകങ്ങളില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു ക്ലാസ് റൂം എന്ന് പറയാം. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ബെഞ്ച് ഉണ്ട്, ഡെസ്ക് ഉണ്ട്, കസേര ഉണ്ട്. പക്ഷെ ആ ബെഞ്ച്, ഡെസ്ക്, കസേര എന്നതിനേക്കാൾ ഉപരിയാണെന്ത് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഒരു സാധനം പാർട്സ് ആക്കി വെക്കുന്നതിനേക്കാൾ വലുതാണെന്ത് അതിന്റെ മൊത്തത്തിലുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. ഇതെങ്ങനെയാണ് മനസ്സുമായി കണക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാട്ടോ. പിന്നെ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ എന്താണ്, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവും, ഒരു മെയിൻ തിങ്ങും ഉണ്ടാവും. അത് തിയറി നമുക്ക് പിന്നീട് വിശദീകരിക്കുന്ന സമയത്ത് ക്ലിക്ക് ആവും. നമ്മൾ ഒരാളെ മുഖത്തേക്ക് നമ്മൾ ഒരാളെ കാണുകയാണ്, നമ്മൾ ആദ്യം നോക്കണം കേട്ടാ ഫേസിലേക്കല്ലേ. ഫേസിലേക്ക് നോക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിലക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ
എൻവയോൺമെന്റിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും? നമ്മളെ എൻവയോൺമെന്റ് നമ്മളെ സൊസൈറ്റിയിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും? ഒരു സാധനം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കും. അത് ബ്രെയിനിന്റെ പ്രത്യേകതയാണ്. ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ എന്താണ്, പുതിയ ലേണിംഗ് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്വയർ ചെയ്യാൻ പറ്റുന്നു ഈ കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ബിഹേവിയറിസ്റ്റ് കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ബിഹേവിയറിസ്റ്റ് കൺസെപ്റ്റിന് എതിര് പറഞ്ഞ രണ്ടാൾക്കാരുണ്ട്. ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവബിൾ ബിഹേവിയർ, അതായത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ബിഹേവിയറിന്റെ ബേസിലാണ് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഒക്കെ എൻവയോൺമെന്റ് ആണ്. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളാണ് നമ്മളെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് ബ്രെയിനിന് പ്രത്യേക റോളൊന്നുമില്ല, പുറമേയുള്ള ചുറ്റുപാടാണ് നമ്മളെ ബിഹേവിയറിനെ, അതായത് നമ്മൾ തിങ്കിങ്, ഫീലിംഗ്, ഇമോഷൻസ്, ഇതാണല്ലോ ബിഹേവിയർ ആയിട്ട് വരുന്നത്, ഇതിനെ എഫക്ട് ചെയ്യുന്നത് പറഞ്ഞു. അതിന് എതിര് പറഞ്ഞ രണ്ട് തിങ്കേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ആര്? എഡ്വാർഡ് ടോൾമാൻ. എഡ്വാർഡ് ടോൾമാൻ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എലികൾ സഞ്ചരിക്കുന്ന, ഈ എലികളിലാണല്ലോ പ്രധാനമായും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ എലികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് നിൽക്കുന്ന ആ സറൗണ്ടിങ്സിന് ഒരു മാപ്പ് അവർക്ക് ഉണ്ടാവും. ഇപ്പൊ ഒരു പാമ്പ് വന്നാൽ അല്ലെങ്കിൽ ഒരു കീരി വന്നാൽ ഏതിലൂടെ രക്ഷപ്പെടാം, ഏതെല്ലാം അതിന്റെ വഴികളുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാത്ത കുറെ ഭാഗങ്ങളൂടെ നമ്മൾ എത്രയും അടച്ചുപൂട്ടിയാലും, പഴയ വീടൊക്കെ ആണെങ്കിൽ എലി വീണ്ടും എന്ത് ചെയ്യും? വീട്ടിനുള്ളിൽ കയറും. നമുക്ക് അനുഭവം ഉണ്ടാവും. അപ്പൊ എലിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ സറൗണ്ടിങ്സിന്റെ ഒരു കോഗ്നിറ്റീവ് മാപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത് ആ സൊസൈറ്റി എൻവയോൺമെന്റിനെ ഒബ്സർവ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ബിഹേവിയറിസത്തിന് എതിരായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കൺസെപ്റ്റ് ആണ്. പിന്നെ സർ ഫ്രെഡറിക് ബാർട്ട്ലെറ്റ് ഇദ്ദേഹം പ്രധാനമായ ഒരു കൺസെപ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. സ്കീമ എന്നാണ് അതിന്റെ പേര്, സ്കീമാസ്. ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇനി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ സ്കീമാസ് എന്താന്ന് നമുക്ക് നോക്കാം. മെന്റൽ ഫ്രെയിംവർക്ക് ആണ് സ്കീമാസ് എന്ന് പറഞ്ഞാൽ. എന്താണ് മെന്റൽ ഫ്രെയിംവർക്ക്? മെന്റൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് എന്തുണ്ടാവും? ഓൾറെഡി ഒരു 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 സ്ട്രക്ചർ ഉണ്ടാവും. നമുക്ക് പരിചയമുള്ള സാധനങ്ങളൊക്കെ നമ്മളൊരു സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ ഒരു മെന്റൽ ഫ്രെയിംവർക്ക്, ഒരു ചട്ടക്കൂടായിട്ട് നമ്മൾ നീണ്ടാവും വരച്ചു വെച്ചിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ എന്താ വരിക? ഒരു അധ്യാപകൻ ഉണ്ടാവും, കുറെ വിദ്യാർത്ഥികൾ ഉണ്ടാവും, ബെഞ്ച് ഉണ്ടാവും, ഡെസ്ക് ഉണ്ടാവും, കസേര ഉണ്ടാവും. ഇതാണ് അതിന്റെ ഒരു സ്കീമ എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി എന്ന് നമ്മൾ പറഞ്ഞാല് നമ്മളെ മൈൻഡിൽ എന്താണ് വരിക? ഒരു ഫ്രെയിംവർക്ക് വരും. അവിടെ ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും, കേക്ക് ഉണ്ടാവും, ഒരാളുണ്ടാവും, ബർത്ത്ഡേ ഉള്ള ആളുണ്ടാവും, ഒരുപാട് ആൾക്കാരുണ്ടാവും, പാട്ട് പാടുന്നുണ്ടാവും, കേക്ക് കട്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഒരു മെന്റൽ ഫ്രെയിംവർക്ക് ആണ്. അതുപോലെ ബൈക്ക് എന്ന് പറയാം. അപ്പൊ 2 ചക്രമുള്ള ഒരു വാഹനം. ഓട്ടോറിക്ഷ 3 ചക്രമുള്ള ഒരു വാഹനം. ഇങ്ങനെ എന്ത് വസ്തു നമുക്ക് മുൻപരിചയമുള്ള സാധനങ്ങളൊക്കെ സ്കീമാസ് ആയിട്ട് എന്ത് ചെയ്യും? ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്കീമാസിന്റെ ബേസിലാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത് രണ്ടും ബിഹേവിയറിസത്തിനെതിരായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഈ കാലയളവിൽ തന്നെ, അതായത് 20-ാം നൂറ്റാണ്ടിൽ തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട 2 ആശയങ്ങളാണ്. ഈ 2 ആൾക്കാരെ കുറിച്ച് നമുക്ക് ഇനി പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വരാനുള്ളത് എന്താണ്? ഇന്നത്തെ അവസ്ഥ, പ്രസന്റ് ടുഡേ. ഈ കാലയളവില് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് മേഖലകളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. നമ്മള് പുറമേയുള്ള നമ്മളെ എൻവയോൺമെന്റ് ആണ്, എക്സ്പീരിയൻസ് ആണ് നമ്മളെ നോളജിന്റെ ബേസ്, അല്ല ബ്രെയിൻ ആണ് നമ്മളെ നോളജിന്റെ ബേസ്. ഇങ്ങനെ രണ്ടും ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ പിന്നെ ഒരു കാലം നമ്മൾ ബിഹേവിയറിസം പറഞ്ഞ സമയത്ത് ആളുകൾ എന്താ ചർച്ച ചെയ്യുന്നത്? ഒബ്സർവബിൾ ബിഹേവിയർ, എൻവയോൺമെന്റ്, ഇതൊക്കെയാണ് നമ്മളെ ബിഹേവിയറിന്, നമ്മളെ കോഗ്നിഷന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് എസ്പെഷ്യലി 1950-കൾക്ക് ശേഷം വീണ്ടും എന്ത് ചെയ്തു? മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി.
മൈൻഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതായത് ബിഹേവിയറിനെ ഒഴിവാക്കാതെ ബിഹേവിയറും മൈൻഡും മനുഷ്യന്റെ ഹ്യൂമൻ കോഗ്നീഷനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്താൻ തുടങ്ങി. ഈ കാലയളവിലാണ് നമുക്കറിയാം കമ്പ്യൂട്ടർ കണ്ടെത്തിയത്. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഹ്യൂമൻ ബ്രെയിനും തമ്മിലുള്ള കമ്പാരിസൺ ഈ കാലയളവിൽ നടന്നു. ഈ കാലയളവിൽ എന്താണ് പുതിയൊരു ഈ കാലയളവിലാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു പഠന മേഖല തന്നെ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, കമ്പ്യൂട്ടറും ന്യൂറോ സയൻസും കമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട്, പ്രോസസ്സർ ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉണ്ട്. അതേപോലെ തന്നെ മനുഷ്യരെന്നുണ്ട്, ഇൻപുട്ട് ഡിവൈസുകൾ ഉണ്ട്, ഇൻപുട്ട് ഡിവൈസുകൾ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, പ്രോസസ് ചെയ്യാൻ ബ്രെയിൻ ഉണ്ട്. ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മൾ അവയവങ്ങൾ. ഇപ്പൊ നമ്മളൊരു നായയെ കാണുന്നത് നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നത്, അതിന്റെ ബ്രെയിനിൽ അതിനെ തിരിച്ചറിയുന്നു, അത് കഴിഞ്ഞ് നമ്മൾ ഓടുന്നു. ഇതുപോലെ തന്നെ ബ്രെയിനും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു താരതമ്യം ഈ കാലയളവിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഈ സാധനം നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്. അടുത്തത്, കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കീ ഇഷ്യൂസ് ഏതൊക്കെയാണ്? ഇതൊക്കെ എന്താണ് ശരിക്ക് ഇൻട്രൊഡക്ഷന്റെ ഭാഗമാട്ടോ. ഇത്രയും നമുക്ക് പഠിക്കാനുള്ള, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. കീ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കീ ഇഷ്യൂ എന്താണ്? ഫസ്റ്റ്, നേച്ചർ വേഴ്സസ് നർച്ചർ. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളെ ബയോളജിക്കൽ ഫാക്ടർ ആണോ, നമ്മളെ എക്സ്പീരിയൻസ് ആണോ? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ തോട്ട്സ്, ബിഹേവിയർ, ഇമോഷൻ, ഇതിനൊക്കെ സ്വാധീനിക്കുന്നത് നമ്മളെ ജനിതക ഘടനയാണോ, നമ്മളെ സമൂഹമാണോ? ഇതാണ് ഇവിടുത്തെ ഒരു പഠനം. ഇത് രണ്ടും ചർച്ചാ വിഷയമാണ്. അത് ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. രണ്ടാമത്തതാണ് റാഷണലിസം വേഴ്സസ് എംപിരിസിസം. റാഷണലിസം എന്ന് പറഞ്ഞാൽ യുക്തി, എംപിരിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ ബോധം. നമ്മളൊരു കാര്യം പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ നമ്മൾ ഉൾക്കൊള്ളുന്നത് യുക്തിയുടെ ബേസിലാണോ, ശാസ്ത്രീയമായ തെളിവിന്റെ ബേസിലാണോ? യുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് ചെയ്യണം, ഉദാഹരണമായിട്ട് എന്താണ്, എന്തെങ്കിലും സൊസൈറ്റി, ഇപ്പോൾ യുക്തിയുടെ ഈ റാഷണലിസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ സൊസൈറ്റിയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എംപിരിസിസത്തിൽ മാറ്റം ഉണ്ടാവില്ല. നമ്മള് ബുദ്ധി, യുക്തിയൊക്കെ നമ്മള് എക്സ്പീരിയൻസിന്റെ ബേസിലായിരിക്കും, നമ്മളെ കൾച്ചറിന്റെ ബേസിലായിരിക്കും. പക്ഷെ ശാസ്ത്രീയമായ പഠനം എന്ന് പറഞ്ഞാൽ കൾച്ചറിന് അതീതമായിരിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു സാധനം, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം, ഒരു വാഹനം ഇങ്ങനെ വന്നുകൊണ്ട് ഒരാൾ റോഡിലൂടെ നടന്നു പോവാണ്, പെട്ടെന്ന് വാഹനം അയാളെ മേലേക്ക് ചളി തെറിപ്പിച്ചു. അപ്പൊ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ എങ്ങനെയായിരിക്കും, അയാൾ ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോ നമ്മളെ ലോജിക്കൽ റീസണിങ് വെച്ച് എന്ത് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യാം. എംപിരിസിസം എന്ന് പറഞ്ഞാല് അത് ഒരു ഭാഗം വെച്ചാൽ കറക്റ്റുമാണ്, പക്ഷെ അതിന്റെ ഒരുപാട് ന്യൂനതകളുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് പഠിക്കും. എംപിരിസിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ പഠനമാണ്. അയാളുമായിട്ട് നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ കുറെ ഗവേഷണ രീതികളെ നമ്മൾ പഠിച്ചല്ലോ. ഇതുപയോഗിച്ച് ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ അടുത്തത് സ്ട്രക്ചർ ആണോ പ്രോസസ് ആണോ നല്ലത്? സ്ട്രക്ചർ ആൻഡ് പ്രോസസ്. ഇപ്പോ നമുക്കറിയാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ട്രക്ചറിനാണോ പ്രോസസ്സിനെയാണോ? ഇപ്പൊ നമ്മള് ബ്രെയിനിന് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ? ബ്രെയിനിനെ കുറിച്ച് നമ്മൾ 10ാം ക്ലാസ്സിലും +2 പഠിച്ചിട്ടുണ്ട്. ബ്രെയിനിന്റെ ഓരോ ഏരിയകളുണ്ട്, ആ ഏരിയകൾക്ക് ഓരോ പ്രവർത്തനങ്ങളുണ്ട്. ആ സ്ട്രക്ചറിനാണോ ഇമ്പോർട്ടൻസ്, അതോ നമ്മുടെ ഇൻഫോർമേഷൻ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളെ സൊസൈറ്റി നാട്ടോ, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയും ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുകയും പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ റിട്രീവ് ചെയ്യുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണോ ഇമ്പോർട്ടൻസ്, അതോ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു പഠന മേഖലയാണ്. ഇനി നമുക്ക് എന്താണ് പഠിക്കാം. പിന്നെ ഡൊമൈൻ ജനറാലിറ്റി ആൻഡ് ഡൊമൈൻ സ്പെസിഫിസിറ്റി. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ലാംഗ്വേജ് പഠിക്കുകയാണ്. ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ലാംഗ്വേജ് പഠിക്കാൻ എന്താണ് ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ടോ, അതോ എന്താണ് ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ടോ? അതെങ്ങനെയാ?
ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം എല്ലാ സൊസൈറ്റിയിലും ഒരേപോലെയാണോ, എല്ലാ സമൂഹത്തിലും ഒരു കാര്യം ഒരേപോലെയാണോ, അതോ ഓരോ സമൂഹത്തിലും വ്യത്യസ്ത രീതികളുണ്ടോ എന്നതാണ് പറയുന്നത്. നമ്മൾ അതിലെ തിയറികൾ പറയുന്ന സമയത്ത് കുറച്ചും കൂടെ വിശദമായിട്ട് മനസ്സിലാവും ഇതെന്താന്ന് നമ്മൾ പറയും. പിന്നെ വാലിഡിറ്റി ഓഫ് കോസൽ ഇൻഫ്ലുവൻസ്, എക്കോളജിക്കൽ വാലിഡിറ്റി, അതാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ ഒരു കൃത്രിമ സാഹചര്യത്തിൽ ഒരു പഠനം നടത്തുന്നതാണോ അതോ പ്രകൃതിദത്ത സാഹചര്യത്തിൽ പഠനം നടത്തുന്നതാണോ? ഇപ്പൊ ഒരു വാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പഠനം നടത്താം, വാക്സിന് കണ്ടെത്താൻ വേണ്ടി വാക്സിന് വേണ്ടി ആദ്യം എന്താ ചെയ്യുക, ഒരു ലാബിൽ എന്ത് ചെയ്യും, എലികൾക്കോ മറ്റേതെങ്കിലും ജീവികൾക്കോ എന്ത് ചെയ്യും, വാക്സിന് കുത്തിവെക്കും. എന്നിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ മനുഷ്യന് കുത്തിവെക്കുള്ളല്ലോ. അപ്പൊ ഒരു പ്രകൃതിദത്ത സാഹചര്യത്തിൽ കൺട്രോൾഡ് എൻവയോൺമെന്റിൽ നടത്തുന്ന പഠനമാണോ? അതേപോലെ ഇപ്പൊ നമ്മൾ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ പഠിക്കും അല്ലെ. ഒരു ആദിവാസി സമൂഹത്തെ കുറിച്ച് പഠിക്കുകയാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ പഠിക്കും. അതിന് എന്താ റിയൽ വേൾഡ് സിറ്റുവേഷൻ എന്ന് പറയും. ഓക്കെ, നാച്ചുറലിസ്റ്റിക് സ്റ്റഡി എന്ന് പറയും. ഏതിനാണ് പ്രാധാന്യം വേണ്ടത്? പിന്നെ അത് നമുക്ക് ഇനി വരാൻ പോകുന്നുണ്ട്. പിന്നെ അപ്ലൈഡ് റിസർച്ച്, അതുപോലെ തന്നെ ബേസിക് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ റിസർച്ച് ആണോ നല്ലത്, ഒരു കൺസെപ്റ്റ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ബേസിക് റിസർച്ച് ആണോ നല്ലത്? ഏതിനാണ് പ്രാധാന്യം? അതോ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണോ? അതിനെ കുറിച്ച് നമുക്ക് പറയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബയോളജിക്കൽ വെസിസ് ബിഹേവിയറൽ മെത്തേഡ്. ബയോളജിക്കാണോ ബിഹേവിയറിനാണോ ഏറ്റവും പ്രാധാന്യമുള്ളത്? ബയോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഫിസിക്കൽ ശരീരം, ബ്രെയിന്, ഇതുപോലുള്ള സാധനങ്ങൾ. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന മനുഷ്യന്റെ പെരുമാറ്റ രീതികൾ. ഇത് രണ്ടും നമ്മളെ റിലേഷൻഷിപ്പ്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രധാനപ്പെട്ട കീ ഇഷ്യൂസ് ആയിട്ട് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കീ ഐഡിയാസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. ഇതിനെക്കുറിച്ചും ഈ കീ ഐഡിയാസ് ഒക്കെ എക്സ്പ്ലനേഷൻ ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് പഠിക്കാം. ഈ കീ ഐഡിയാസ് കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട കീ ഐഡിയാസിൽ ഒന്നാമത്തത് ഡാറ്റ ആൻഡ് തിയറി ആർ ഇന്റർ കണക്റ്റഡ്. ഇതിപ്പോ നമ്മൾ ഒരുപാട് തിയറികൾ പഠിക്കാനുണ്ട്. ഈ വരും പാഠങ്ങളിൽ ഒരുപാട് തിയറികൾ പഠിക്കാനുണ്ട്. ആ തിയറികൾ ശാസ്ത്രീയമായ തെളിവുകളുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയണം ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം ജസ്റ്റ് ഒരു തിയറിയാണ്. അത് നമ്മൾ ഡാറ്റ വെച്ച് പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയും. പ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യണു, അതിന് നിലനിൽപ്പുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് തിയറികളുണ്ട്. അതുപോലെയല്ല തിയറി കേട്ടോ, സൈക്കോളജിയിലെ തിയറി അതുപോലെയല്ല. സൈക്കോളജിക്കൽ തിയറിയും റിയൽ വേൾഡിൽ അത് പ്രൂവ് ചെയ്യുന്നതും എന്ത് ചെയ്യണം, ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സാധനം, ഒരു തിയറി റിയൽ വേൾഡിൽ പ്രൂവ് ചെയ്തില്ലെങ്കിൽ എന്താണ്, മീനിങ്ലെസ് ആണ് എന്നാണ് അവിടെ പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു ഐഡിയ. പിന്നെ കോഗ്നിഷൻ ഈസ് ജനറലി അഡാപ്റ്റീവ്. ഈ കോഗ്നിഷൻ എന്താ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, എൻവിയോൺമെന്റിനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓരോ സാഹചര്യങ്ങളിൽ വരുന്ന സമയത്തും ചൂട് തണുപ്പ് മാത്രമല്ല, ഓരോ ആളുകൾക്കിടയിലും ഇപ്പൊ നമ്മൾ അധ്യാപകനാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കിടയിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ കോഗ്നിഷനിലൂടെ ഈ ആളുകൾ ഇങ്ങനെയുള്ള ഒരു ബിഹേവിയർ ഉള്ള ആളാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. അത് ഇന്ററാക്ടിങ് പ്രോസസ്. ഇപ്പൊ നമ്മളെ മെന്റൽ പ്രോസസ്സിനെ കുറിച്ച് ഒരുപാട് നമ്മൾ പഠിച്ചല്ലോ. മെമ്മറി, അറ്റൻഷൻ, ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മളെ ഇമോഷൻസും നമ്മളെ കോഗ്നിറ്റീവ് പ്രോസസ്സും കണക്റ്റഡ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വരും പാഠങ്ങളിൽ പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ സയന്റിഫിക് മെത്തേഡ്സ്. നമ്മൾ ഹ്യൂമൻ ബ്രെയിനിനെ പഠന വിധേയമാക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ശാസ്ത്രീയമായ രീതിയുടെ ബേസിലാണ്. കേസ് സ്റ്റഡി, ഇന്റർവ്യൂ, ക്വസ്റ്റ്യനെയർ, എക്സ്പെരിമെന്റ്, റിയൽ വേൾഡ് എക്സ്പെരിമെന്റ്, അതുപോലെ ലബോറട്ടറി എക്സ്പെരിമെന്റ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, സിമുലേഷൻ,
കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറയും. ഇതൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നതാണ്. ബേസിക് ആൻഡ് അപ്ലൈഡ് റിസർച്ച് ആർ ലിങ്ക്ഡ്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക് റിസർച്ച് നടത്തുന്നത്. ഉദാഹരണമായിട്ട് ഹ്യൂമൻ മൈൻഡ്. ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ അത് ബേസിക് റിസർച്ച് ആണ്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഈ സാധനം, നമ്മൾ പഠിക്കുന്ന സാധനം റിയൽ വേൾഡ് അപ്ലൈ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിന് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയും. ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ അത് അപ്ലൈഡ് റിസർച്ച് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ കമ്പ്യൂട്ടർ മെറ്റഫർ ആൻഡ് ഹ്യൂമൻ കോഗ്നിഷൻ. ഈ ആധുനിക കാലഘട്ടത്തിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ മനുഷ്യന്റെ ബ്രെയിനും കമ്പ്യൂട്ടറും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഇവിടെ ബ്രെയിനിനെ ഹാർഡ്വെയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ മൈൻഡിനെ സോഫ്റ്റ്വെയർ ആക്കിയിട്ടും മനസ്സിലാക്കുന്നുണ്ട് ആര്, സൈക്കോളജിസ്റ്റ്. എന്നിട്ട് ബ്രെയിനിന്റെയും കമ്പ്യൂട്ടറിന്റെയും പ്രോസസ്സിനെ പരസ്പരം താരതമ്യം ചെയ്ത് പഠിക്കുന്നുണ്ട്. പിന്നെ അതും എന്താന്നൊക്കെ നമുക്ക് ഇനി പറയാം. കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർഡിസിപ്ലിനറി അല്ലെങ്കിൽ ക്രോസ് ഡിസിപ്ലിനറി ഫീൽഡാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പഠന മേഖലയാണ്. എന്തൊക്കെയാ, ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതൊക്കെ ഓരോ ഡിസിപ്ലിനുകളാണ്. അതുപോലെ കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജി മാത്രമല്ല അതിൽ വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിലോസഫി, ലിംഗ്വിസ്റ്റിക്സ്, ആന്ത്രോപോളജി, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പഠന മേഖലയാണെന്ന് കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. ഈ ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് ന്യൂറോ സയൻസ് ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി. മോഡേൺ ടെക്നോളജി, ഇപ്പൊ നമ്മൾ മോഡേൺ ആയിട്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അല്ലെ. പലതരത്തിലുള്ള സ്കാനിങ്, MRI സ്കാനിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്, ബ്രെയിൻ സ്കാൻ ചെയ്യാനുള്ള മെത്തേഡുകളുണ്ട്. ഈ ന്യൂറോ സയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ ബ്രെയിനിനെ പല രീതിയിൽ തിരിച്ചറിയാനും എങ്ങനെയാണ് ലേണിംഗ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ഒക്കെ വർക്ക് ചെയ്യുന്നത്, ഈ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കാനുള്ള എന്തുണ്ട്, ആധുനിക സൗകര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്തത്, ഓക്കെ, നമ്മളോട് പേജ് അവസാനിച്ചു. താങ്ക് യു. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാട്ടോ. അപ്പൊ ചർച്ച ചെയ്തത് ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് മെന്റൽ പ്രോസസ്. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചും മെന്റൽ പ്രോസസ്സിനെ കുറിച്ചുള്ള പഠനമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, ലാംഗ്വേജ്, തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ലേണിംഗ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പഠനമാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. നമ്മൾ എങ്ങനെ നമ്മളെ ചുറ്റുപാടും ഇൻഫോർമേഷൻ നമ്മളെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്, അതിന്റെ ബേസിൽ എങ്ങനെ നമ്മളെ ഫീലിങ്സ്, ഇമോഷൻസ്, തോട്ട്, ബിഹേവിയർ ഒക്കെ എങ്ങനെ വരുന്നു, ഇതൊക്കെ പഠിക്കുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞത് എന്താണ്, അതിന്റെ റിയൽ വേൾഡ് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. പിന്നെ അതിന്റെ ഗോളും റിസർച്ച് മെത്തേഡുകളും. റിസർച്ച് മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡുകളുണ്ട്, സൈക്കോളജിക്കൽ മെത്തേഡ്സ്, സെൽഫ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, ഇതൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട് കേട്ടോ. ഇനി വരുന്ന സമയത്ത് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാം. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്, പിന്നെ ഡൊമൈൻസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രധാനമായും 12 ഡൊമൈൻസ് ആണുള്ളത്. ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് സൈക്കോളജിക്കുള്ളിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. മെമ്മറിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, അറ്റൻഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പെർസെപ്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പാറ്റേൺ റെക്കഗ്നിഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇമാജിനറി, AI, ഹ്യൂമൻ ലാംഗ്വേജ്, തിങ്കിങ് ആൻഡ് കൺസെപ്റ്റ് ഫോർമേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നോളജ് റെപ്രസെന്റേഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ ക്ലാസ്. പിന്നെ ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. ഹിസ്റ്ററിയിൽ പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ എന്താണ്, മനുഷ്യന് ജനിക്കുന്നത് മുതലേ, മനുഷ്യൻ ഉണ്ടായത് മുതലേ ഇൻഫോർമേഷൻ, നോളജ് എവിടുന്നാ വരുന്നതെന്ന് പഠനം ഉണ്ടായിരുന്നു.
അത് മൈൻഡിനായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട രണ്ട് പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. എംപിരിസിസ്റ്റ് ഉണ്ടായിരുന്നു, നാറ്റീവിസ്റ്റ് ഉണ്ടായിരുന്നു. എംപിരിസിസ്റ്റ് പറഞ്ഞത് എന്താണ്? എക്സ്പീരിയൻസിലൂടെയാണ് ഇൻഫോർമേഷൻ വരുന്നതാണ്. നാറ്റീവിസ്റ്റ് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മളെ ബ്രെയിനിന് തന്നെ എന്തുണ്ട്, ചില സവിശേഷതകളുണ്ട്. ഈ സവിശേഷതകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇൻഫോർമേഷന്റെ സോഴ്സ് എന്ന് പറഞ്ഞു. പിന്നെ 19ാം നൂറ്റാണ്ടില് ഫിലോസഫിന്ന് എന്ത് ചെയ്തു, സൈക്കോളജിയിലേക്കുള്ള മാറ്റം. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രീയമായ പഠനമല്ല, കുറെ ഊഹങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അത് ശാസ്ത്രീയമായിട്ടും സൈക്കോളജി പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. എങ്ങനെ? ഏതുപോലെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ പഠിക്കണ്ടല്ലോ ശാസ്ത്രീയമായിട്ട്. അതേപോലെ മനുഷ്യന്റെ പെരുമാറ്റം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ 20ാം നൂറ്റാണ്ടിൽ രണ്ട് കൺസെപ്റ്റുകൾ വന്നു. ബിഹേവിയറിസം വന്നു, പിന്നെ അതുപോലെ ജസ്റ്റാൾട്ടും വന്നു. ബിഹേവിയറിസം പറയുന്നത് ഒബ്സർവബിൾ ബിഹേവിയർ വെച്ചിട്ട് ഹ്യൂമൻ മൈൻഡിനെ ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എൻവയോൺമെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ബിഹേവിയറിസം പറയുന്നത്. നമ്മളെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പുറമേ ഉള്ള കാര്യങ്ങളുടെ ഭാഗമാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റുകളാണ് എഡ്വേർഡ് ടോൾമാനും സർ ഫെഡറിക് പാറ്റ്നെറ്റും പറഞ്ഞത്. അത് സ്കീമാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്യാനുള്ള വാക്കാണ് സ്കീമാസ്. അതുപോലെ കോഗ്നേറ്റീവ് മാപ്സ്, ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. പിന്നെ ഗസ്റ്റാൾട്ട്, ബ്രെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ 19ാം നൂറ്റാണ്ടിൽ മൈൻഡ്, പുതിയ കൺസെപ്റ്റ്, കമ്പ്യൂട്ടറുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കീ ഇഷ്യൂസ് കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്ന കീ ഇഷ്യൂസ്: നേച്ചർ വേഴ്സസ് നർച്ചർ, റാഷണലിസം വേഴ്സസ് എംപിരിസിസം, സ്ട്രക്ചർ വേഴ്സസ് പ്രോസസ്, ഡൊമൈൻ ജനറാലിറ്റി, ഡൊമൈൻ സ്പെസിഫിസിറ്റി, വാലിഡിറ്റി ഓഫ് കോഴ്സൽ ഇൻഫറൻസ്, അപ്ലൈഡ് ആൻഡ് ബേസിക് റിസർച്ച്, ബയോളജിക്കൽ ബിഹേവിയർ. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ്. കീ ഐഡിയാസ് നമ്മൾ പറഞ്ഞു. കോഗ്നിറ്റീവ് സയൻസ്, കോഗ്നിറ്റീവ് പ്രോസസ്, ഇന്ററാക്ടിങ്, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിനിപ്പോ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്നത് ഇതിന്റെ ഓരോരോ കൺസെപ്റ്റുകളാണ്. ഇതിൽ നിന്ന് ഇൻഡെപ്ത് ആയിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലും ചോദിക്കാൻ പറ്റും. ഇതിന്റെ ഈ CPT PDF ഗ്രൂപ്പിലിടുന്നതാണ്. അതുപോലെ തന്നെ ഒരു വോയിസ് ഓവർ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താം. മാത്രമല്ല 24 മണിക്കൂറും നമ്മൾ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ സംശയങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യും, ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ട് ഗ്രൂപ്പിലും എന്ത് ചെയ്യാൻ പറ്റും, അറിയിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ മുസദ്ദിഖ് സർ? അത് പിന്നെ